ഹാഷിമിൻ്റെ സഹോദരൻ തന്നെ നാസർ നമ്മോടൊപ്പം ചേരുകയാണ്. നാസർ, നിങ്ങൾക്ക് ഈ ഒരു അപകടത്തിൽ ഇപ്പോഴുള്ളൊരു സംശയം എന്താണ്? രാത്രിയാണ് ഞങ്ങൾ ഇത് അറിയുന്നത്. ഇതറിഞ്ഞ് ഞങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ഈ സംഭവ സ്ഥലം ഞങ്ങൾ സന്ദർശിക്കുകയും ചെയ്തതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ വാർത്തകൾ വരുന്നു. ഇത് ദുരൂഹതയുള്ള ഒരു അപകടമാണെന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഈ ലോറി ഡ്രൈവർ തന്നെ നമ്മൾ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചിരിക്കുന്നത് കാർ അമിത വേഗതയിലായിരുന്നു, അവിടെ ഒരു ഓവർടേക്കിംഗ് നടന്നിട്ടില്ല, നേർക്കുനേർ വന്ന് ദിശ തെറ്റി വന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറുക എന്നാണ് റിപ്പോർട്ടർ ടിവിയോട് ലോറി ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. ഈ പട്ടാഴിമുക്ക് എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ ചെന്ന് നോക്കിയതാണ്. അവിടെ കണ്ടപ്പോഴത്തേക്കിന് അവിടെ ആ ജംഗ്ഷൻ ഇച്ചിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മാത്രവുമല്ല, ഈ വണ്ടിയുടെ അകത്തെ ഇന്റീരിയർ വിഷ്വൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു നല്ല ഹൈ ഇമ്പാക്റ്റിൽ ഓവർ സ്പീഡിൽ നടന്ന ഒരു ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടിയുടെ ഈ സീറ്റിലേക്ക് കൂടുതലും ഈ സ്റ്റിയറിംഗ് കയറി വരികയും അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ചേസ് സഹിതം ഫ്രണ്ടും കൂടുതലും ഉള്ളിലേക്ക് വരുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇവിടെ വളരെ തീർത്തും വ്യത്യസ്തമായാണ്. ഇത് ഇവിടെ നിന്ന് ഇദ്ദേഹം ഈ ഇരിക്കുന്ന ഡ്രൈവറുമായിട്ട് ഈ സ്റ്റിയറിങ്ങിന് വളരെ നല്ല ദൂരമുണ്ട്. മാത്രമല്ല, അകത്തേക്ക് അത്രമാത്രം ഒരു ഇഞ്ചുറീസ് വന്നിട്ടില്ല. ഈ വണ്ടിയുടെ ഫ്രണ്ട് ഈ ലോറിയുടെ ഫ്രണ്ടിലെ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള ഗ്രില്ലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഇത് ഇടിച്ച് ഈ സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയുന്നത് ബോഡിയുടെ ഈ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് അത്രമാത്രം ഒന്നും സഫീഷ്യൻ്റ് അല്ല. ഇടിച്ചപ്പോഴത്തേക്കിന് അതിൻ്റെ ആ രീതിയിൽ ഉണ്ടായ ഒരു ആഘാതത്തിൽ ഇത്രയും വന്നെങ്കിലും ഉള്ളിലോട്ട് അത്രമാത്രമുള്ള ഒരു ഇത് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ദുരൂഹതയുണ്ടോ എന്ന് പറയുന്നത് എന്ത് തരം ദുരൂഹതയാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തായാലും ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? CCTV ദൃശ്യങ്ങൾ എടുക്കുകയും അതുമാത്രമല്ല, ഹാഷിം ഈ അപകടം നടക്കുമ്പോൾ ഇദ്ദേഹം ഫോൺ ഉപയോഗിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ, ആ സമയത്ത് ശ്രദ്ധ വല്ലതും തെറ്റിയാണോ ഈ വണ്ടി എതിർ ദിശയിൽ കയറിയതെന്നുള്ളത് തീർത്തും ഒന്ന് പരിശോധിക്കും. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ കിടക്കുന്നു. അതിലെന്താണ് ഈ മദ്യക്കുപ്പി എന്നും മറ്റുമെല്ലാം ആരോപിക്കുന്നത്, അത് ശരിയാണോ എന്നുള്ളത്. വണ്ടിക്കകത്ത് മദ്യക്കുപ്പി ഒന്നും കണ്ടിട്ടില്ല. പിന്നെ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ തെളിയട്ടെ. മാത്രമല്ല, സമഗ്രമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്യട്ടെ.